ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ അമ്മേൻ്റെ തറവാട്ടിൽ തെയ്യം കാണാൻ പോയിരുന്നു കേട്ടോ. എപ്പോഴും വിഷുവിൻ്റെ അന്ന് തലേ ദിവസം തെയ്യം കൂടിയിട്ട് വിഷു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അവിടെ തെയ്യം കയ്യിൽ. അപ്പോൾ ഇപ്രാവശ്യം ഏപ്രിൽ 15 കൂടി ഏപ്രിൽ 17 തെയ്യം കയ്യിൽ. അപ്പോൾ ഇന്ന് ഏപ്രിൽ 17. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേയുള്ള വീഡിയോ ആണ്, എഡിറ്റ് ചെയ്യാനില്ല മടിയെല്ലാം കാരണം ഞാൻ ചെയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ അന്നൂർ ശ്രീ വല്ലാർ കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ് നമ്മളെ തറവാട്. 4 തറവാട് കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം കരുവാടിയിൽ, കുപ്ലേരി, മുണ്ടേത്ത്, പിന്നെ ഒരു തറവാടും കൂടി ഉണ്ട്, അതെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ 4 തറവാട്ടുകാരുടെയും കൂടി കുടുംബക്ഷേത്രമാണ് നമ്മളിത്. അപ്പോൾ ഇവിടെ വേട്ടക്കുരുമകനുണ്ട്, ഓർപ്പേശിയുണ്ട്, വിഷ്ണുമൂർത്തി ഉണ്ട്, ചാമണ്ടി ഉണ്ട്, പിന്നെ നമ്മളെ വെള്ളാരങ്കര അമ്മയാണ് നമ്മൾ മെയിനായിട്ടുള്ള തെയ്യം തറവാട്ടിൽ എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം മെയിൻ തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് കെട്ടൽ വേട്ടക്കുരുമകനും ഊർപ്പേശയാണ് ആദ്യം ഉണ്ടാകുന്നത് തെയ്യം. അപ്പോൾ ആ തെയ്യമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അത് 3 പ്രാവശ്യം അമ്പലത്തിന് ചുറ്റും വരും. മറ്റേ നമ്മളെ മുത്തുക്കൊടിയും ഇതെല്ലാം പിടിച്ചിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിന് അടുത്തടുത്ത ഓരോരോ തെയ്യങ്ങൾ പുറപ്പെടൽ. പിന്നെ ഒരുപാട് ലേറ്റ് ആയിന്, എന്തേന്നറിയില്ല. അല്ലെങ്കിൽ ഇതൊരു രാവിലെ ഒരു 9:30 ആകുമ്പോൾ തീരണ്ടാകുന്ന, ഇന്ന് 10:30 ആയിന് ഇത് തുടങ്ങുമ്പം തന്നെ. അപ്പോൾ ഇത് തുടങ്ങുന്നത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ തെയ്യങ്ങളും ലേറ്റ് ആയിന്. പക്ഷെ വേഗം കഴിഞ്ഞിന് കേട്ടോ. ചൂടായതെല്ലാം കൊണ്ടാണോ അറിയില്ല, അവർക്കും അധിക സമയം കെട്ടി നിൽക്കാൻ പറ്റുന്നില്ലല്ലോ തെയ്യത്തിന്. അപ്പോൾ ഇതാണ് നമ്മൾ ഊർപ്പേശയും വേട്ടക്കുരുമകനും. അപ്പോൾ തെയ്യം നമ്മളെ മലബാറുകാരുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ വേറെ തെയ്യം ഉണ്ടെങ്കിൽ ഞാൻ കാണാൻ പോലെ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് കഴിഞ്ഞല്ലോ ഒന്നും ഇത് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ അമ്മേൻ്റെ തറവാടും കൂടിയല്ലേ, അപ്പോൾ എന്തായാലും പോകാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ നല്ല ചെണ്ടമേളെല്ലാം അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം തെയ്യത്തിന് തൂവലും ചെയ്തു. ഇനി അടുത്തത് നമ്മളെ വിഷ്ണുമൂർത്തിയാണ് പുറപ്പെടൽ. അപ്പോൾ ഈ കാണുന്നതാണ് നിങ്ങൾ തെയ്യം ചുഴലുന്നത് കേട്ടോ. അപ്പം അമ്പലത്തിന് ചുറ്റും 3 പ്രാവശ്യം ഇങ്ങനെ എല്ലാവരും കൂടി തറവാട്ടുകാരെല്ലാവരും കുട പിടിച്ചിട്ടും ഇതെല്ലാം പിടിച്ചിട്ടാണ് തെയ്യം ചുഴലൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്കറിയില്ല, കാരണം ഐതിഹ്യമൊന്നും നമുക്ക് അങ്ങനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ അതാണ് കാര്യം. അപ്പം നമുക്കിത് കണ്ടിട്ട് ഞാൻ അടുത്ത തെയ്യത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളെ തറവാട്ടിലുള്ള തെയ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം നമ്മൾ പണ്ടെല്ലാം തെയ്യം കാണാൻ പോലെ. അപ്പോൾ അന്ന് മുതൽ തെയ്യത്തിൻ്റെ തോറ്റും എല്ലാം ഉണ്ടാവും. പിന്നെ അത് ഭയങ്കര പ്രഷ്യസും കൂടിയാണ്. കാരണം വിഷു കൈനീട്ടെല്ലാം വീട്ടിൽ നിന്ന് കിട്ടാനുണ്ടല്ലോ, ആ കൈനീട്ടെല്ലാം കിട്ടിയിട്ട് വേണം നമുക്ക് ആടില്ല ചന്ത അങ്ങ് കറങ്ങാൻ വേണ്ടിയിട്ട്. എന്ത് ചന്തയിൽ പോയിട്ട് എല്ലാ സാധനവും വാങ്ങും, ഐസ്ക്രീം അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ചാമണ്ടിയാണ്. അപ്പം ഇത് മറ്റേ ആദ്യത്തെ തെയ്യം കഴിഞ്ഞില്ല, ആദ്യത്തെ തെയ്യത്തിന് എല്ലാവരും തോവാൻ തുടങ്ങി. അപ്പോഴേക്ക് ചാമണ്ടി കെട്ടിയിട്ടുണ്ടായിന്. ഇതാണ് നമ്മൾ വലിയ മുടി തെയ്യത്തിൻ്റെ മുടിയിട്ടായിട്ട് വലിയ മുടിയാണ്. അപ്പോൾ ചിലപ്പം തെയ്യത്തിന് അത് പിടിച്ച് നടക്കാൻ പറ്റില്ല, ആൾക്കാർ ഇങ്ങനെ പിടിച്ചു കൊടുക്കും. അപ്പോൾ രാജു കുപ്ലേരി എന്ന് പറയുന്നത് ഇയാളെ സദ്യ എന്നിട്ടുണ്ടായിന്, അടിപൊളി സദ്യ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. അച്ചാർ, പച്ചടി, കൂട്ടുകറി, സാമ്പാറെല്ലാം കേട്ടോ സദ്യക്ക് ഉണ്ടായിന്. നല്ല സൂപ്പർ സദ്യ ഉണ്ടായിന്, അപ്പോൾ അടിപൊളി സദ്യയാണ് കേട്ടോ. രാമന്തളിയാണ് ഇവരെ വീട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സദ്യ. പിന്നെ പായസം കൂടി ഉണ്ടായിന്, ഗോതമ്പ് പായസം. അല്ലെങ്കിൽ ഈ അമ്പലപ്പറമ്പിലെത്തിയും തെയ്യത്തിൻ്റെ അടുത്തുള്ള സദ്യ ഭയങ്കര രസമാണ്. ഇതെല്ലാം എൻ്റെ കസിൻസാണ് കേട്ടോ, എല്ലാവരും കസിൻസാണ്. നല്ല തിരക്കും ഉണ്ടായിന് ചോറിനാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ചന്തക്ക് ഉണ്ടായത്, നല്ല കുപ്പിവാളിയും കരിവാളിയും എന്തെല്ലോ ഉണ്ടായിന്, കളിപ്പാട്ടെല്ലാം. അപ്പം വിഷ്ണുമൂർത്തിയാണ് നിങ്ങൾ അതിലേക്കൂടെ പോകുന്നത് കണ്ടത്. അപ്പോൾ ഇത് നമ്മളെ വെള്ളാരങ്കരമ്മ വലിയ മുടി വെച്ച തെയ്യം. ഇങ്ങനെ എല്ലാ തറവാട്ടിലും അവരെ മെയിനായിട്ടുള്ള ഒരു തെയ്യം ഉണ്ടാവും, അത് ലാസ്റ്റാണ് പുറപ്പെടൽ. അപ്പോൾ ഈ തെയ്യം പുറപ്പെട്ടതിന് ശേഷം നമുക്ക് എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞിക്ക് തുലാഭാരം ഉണ്ടായിന്. അപ്പോൾ ഈ തെയ്യം പുറപ്പെട്ടതിന് ശേഷം മാത്രമേ തുലാഭാരം നേർച്ച തുടങ്ങുള്ളൂ. അപ്പം ഓക്ക് നേർച്ചയുണ്ട്, തനുവിന് നേർച്ചയുണ്ട്. അപ്പോൾ ഈ തെയ്യത്തിനും ഇങ്ങനെ കുടലെടുത്തിട്ട് ചുറ്റലുണ്ട് കേട്ടോ. ഐതിഹ്യം പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാത്തത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ചൂടിന് ഇത്രയും വലിയ മുടിയെല്ലാം എടുത്തിട്ട് പോകുന്നത് തന്നെ വലിയ ടാസ്ക്കാണ്. കാരണം ആ തെയ്യക്കാരെ സമ്മതിക്കണം, കാരണം അത്രയും ചൂടാണ്. ചൂടിന് നമുക്കൊന്നും നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ശരിക്കും കുറേ സമയം സാരി ഒന്നും ചുരിദാറൊന്നും ഇട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ തെയ്യത്തിൻ്റെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ ഈ വലിയ മുടിയല്ലേ, നല്ല കനവുണ്ടാവും, മുളേനെ കൊണ്ടാവാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇക്കൊല്ലത്തെ തെയ്യവിശേഷം ഇത്രയെല്ലാമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തവണ എനിക്ക് ശരിക്കും ഫുള്ള് കാണാൻ പറ്റി തെയ്യത്തിന്. അപ്പോൾ എല്ലാം കണ്ടിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിന്, അവിടെ നമ്മൾ ആ വീട്ടിലും കൂടി പോയിട്ടുണ്ടായിന്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇപ്രാവശ്യത്തെ തെയ്യവിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.